ഇതാ ചട്നീൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. കല്ല് അധികം ചൂടാവാൻ പാടില്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ നമ്മൾ ഐറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മത്തൻ ദോശ കേട്ടോ, അല്ലെങ്കിൽ പംകിൻ ദോശ ഉണ്ടാക്കാൻ ഇതാ ഞാനിത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. മത്തൻ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു ഇതിൽ വെച്ച് ഒരതിയിട്ടെടുക്കണം. അല്ല നിങ്ങൾ തോല് പോക്കി കഷ്ണം മുറിച്ചെടുത്താലും മതി. പക്ഷേ മിക്സിക്ക് കുറച്ചുകൂടി ഒരു എളുപ്പമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിത് തോല് ചെത്തി ഇങ്ങനെ ഒരതിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാ അതിലേക്ക് ഒരു 3 കപ്പ് പച്ചരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വാരി വെച്ചതാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടല്ലേ ദോശ ഉണ്ടാക്കുക. ഇത് ഒരു പരിപ്പുകളും ഉപയോഗിക്കുന്നില്ല കേട്ടോ, പക്ഷെ വളരെ ഹെൽത്തിയാണ്. മത്തനിതാ തോലെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒരതി എടുക്കട്ടെ കേട്ടോ. ഫുൾ ബാക്കി നോക്കട്ടെ എത്ര ഉണ്ട്. ഇതാ 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം, കാണിച്ചു തരാം എന്തെല്ലാന്ന്. ഇനി അതിലേക്ക് ഇതാ 1 കപ്പ് നാളികേരം കേട്ടോ. നമ്മൾ ഇത് എടുത്ത അതേ കപ്പിനാണ് 2 കപ്പ് മത്തൻ, 1 കപ്പ് നാളികേരം. ഇതാ ഇനി ഒരു 5-6 ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ഇവിടുന്ന് ഞാൻ പറിച്ചെടുത്ത്. പിന്നെ ഇതാ 1 കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് റഫായിട്ട് ആദ്യം അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച അരി 3 കപ്പ് ഉണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം അളന്നിട്ട് അതേ ഇതിന് 3 കപ്പ്. കുറേശ്ശെ അരി ഇതിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ച് വരട്ടെ. ഇതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ? തരികളൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കൂടെ അരച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചു. അതായത് 250 ml 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്ത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടുക കേട്ടോ. ഉപ്പെല്ലാം എല്ലാവരും അവനവൻ്റെ പാകത്തിന് ഇട്ടോളൂ. എന്താ പറയുക, പ്രഷർ കൂടുതലുള്ളവരുണ്ടാവും, കുറവുള്ളവരുണ്ടാവും, പലരും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. കല്ല് അധികം ചൂടാവാൻ പാടില്ല കേട്ടോ. ഇതിന്റെ ഗുണം അറിഞ്ഞാൽ ആരും ഇത് ഒഴിവാക്കൂല. ഇങ്ങനെ കുറച്ച് വെന്ത് വരുമ്പോൾ കുറച്ച് നെയ്യ് കൂടെ തൂക്കി കൊടുക്കുക എല്ലായിടത്തും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിക്കത്. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ആരോഗ്യ ഗുണമാണ് നിങ്ങൾ നോക്കേണ്ടത്. മത്തം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളുണ്ടാവും, വലിയവരുണ്ടാവും, കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതാ ഒരു സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് പതുക്കനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കാം. ഇത്രയും ചുട്ടെടുത്തു കേട്ടോ. അതിലേക്ക് ഇതാ ഒരു തേങ്ങാ ചട്നി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചട്നി ഒന്നുമില്ലെങ്കിൽ ഇത് കഴിക്കാം, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ 2 സൈഡും മൊരിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ എടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. ഇതാ നമുക്കിതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി സെർവ് ചെയ്ത് കഴിക്കാം.
ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പംകിൻ ദോശ, അതിൻ്റെ കൂടെ ഒരു ചട്നിയും. യമ്മി. അപ്പോൾ ഇതാ ചട്നീൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ യമ്മിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൾസോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.